ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും വചനം കേൾക്കുന്ന വചനമൊക്കെ വായിക്കാൻ നിങ്ങളോട് ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതില്ല. എല്ലാ ടോക്കുകളിലും നമ്മൾ ആ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്നുണ്ട്. നമ്മളതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഈശോയുടെ ആ സാന്നിധ്യം തന്നെ നമ്മൾ ഓരോ കാര്യത്തിലും ബലപ്പെടുത്തുന്നുണ്ട്. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന, കിടക്കണതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വചനവും ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവ് ഉത്തരമായിട്ട് അയക്കുന്നത് അവിടുത്തെ വചനമാണെന്ന് ഒരു ബോധ്യം തരുന്ന വചനമാണ്, ഒരു വാക്യമാണ്. സങ്കീർത്തനം 107 അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനം 107 18 19 20 വാക്യങ്ങളാണ്. 18ാമത്തെ വാക്യമൊക്കെ ചേർത്ത് വായിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 19 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 107 19 കേട്ടോ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നോക്കാവോ. തങ്ങളുടെ കഷ്ടതയിൽ, കഷ്ടത ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ, വചനം ശ്രദ്ധിച്ചേ. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അതൊന്ന് അടയാളപ്പെടുത്തണം, ഞെരുക്കം. 3, അവിടുന്ന് എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. സൗഖ്യം അടയാളപ്പെടുത്തണേ. നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്, 20ാമത്തെ വാക്യത്തിൽ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വിനാശം ഒന്ന് അടയാളപ്പെടുത്തിക്കോ. 4 കാര്യങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞേ. 1 കഷ്ടത, 2 ഞെരുക്കം, 3 സൗഖ്യം, 4 വിനാശം. 4 കാര്യങ്ങളാണ്. 4 പ്രത്യേകിച്ച് നിങ്ങൾ ആ വചനം മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. കഷ്ടത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അല്ലേ. ഇന്ന് എന്തോരം വിഷമങ്ങളുണ്ടായി, ഇന്ന് എന്തോരം കഷ്ടപ്പാടുകളുണ്ടായി. കഷ്ടതയുള്ളപ്പോൾ നമ്മൾ എന്നാ ചെയ്യുക? കഷ്ടതയിൽ കർത്താവിനോടാണ് പറയുക, കർത്താവെ ഇത്രയും ബുദ്ധിമുട്ടി കേട്ടോ പറയും. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ? ഞെരുക്കം. ഞെരുക്കം എന്ന് വെച്ചാൽ ബസ്സിൽ അടുത്തിരുന്നവരൊക്കെ പിടിച്ച് ഞെരുക്കി, അതല്ല. ഒരുപാട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന, ടെൻഷൻ അടുപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്നും നടന്നിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ ഒരു കാര്യം സൗഖ്യമാക്കി എന്ന് വെച്ചാൽ എന്താ? രോഗങ്ങൾ, അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നാലാമത്തത് വിനാശം. നാശമല്ല, നാശം എന്ന് വെച്ചാൽ എന്താ? ഈ പേന ഞാനിപ്പോൾ പൊട്ടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു, എനിക്ക് പകരം വേറൊരു പേന മേടിക്കാം, എടുക്കാം. വിനാശം എന്ന് വെച്ചാൽ എന്താ? ഒരു ലൈക്ക് ഇങ്ങനെ നമുക്കതിനെ ചിന്തിക്കാൻ തോന്നുന്നേ. നമ്മുടെ ആത്മാവിൽ വരുന്ന ചില മുറിവുകൾ, അതിനെ സൗഖ്യപ്പെടുത്താൻ ഈശോയ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 4 കാര്യങ്ങളാണ്. കഷ്ടത നമുക്കുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആത്മാവിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പാപങ്ങളും നമുക്കുണ്ട്, ചെയ്തു പോകുന്നുണ്ടാകും. ഇത് 4 നമ്മൾ കർത്താവിന് കൊടുക്കുകയാണ്. കൂടെ ചിന്തിക്കണേ. എൻ്റെ കഷ്ടത, എൻ്റെ ഞെരുക്കം, എൻ്റെ രോഗങ്ങൾ, എൻ്റെ വിനാശം, എൻ്റെ ആത്മാവിൻ്റെ കഷ്ടപ്പാടുകൾ എല്ലാം ഞാൻ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. പകരം എന്താണ് കർത്താവ് തരുന്നത്? ഈ 107 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 20ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അവിടുന്ന് തൻ്റെ വചനം അയച്ച്. അതൊന്ന് നന്നായിട്ട് അടയാളപ്പെടുത്തിക്കോ. അവിടുന്ന് തൻ്റെ വചനം അയച്ചു. ഹി സെൻഡ് ഹിസ് വേർഡ്. ഈശോ തന്നെ വന്നു. എൻ്റെ കഷ്ടതയിലും ഉത്തരം ആരാണ്? ഈശോ. എൻ്റെ ഞെരുക്കങ്ങൾക്ക് ഉത്തരം ഈശോ. എൻ്റെ രോഗങ്ങൾക്ക് ഉത്തരം ഈശോ. എൻ്റെ ആത്മാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുറിവുകളേറ്റാൽ അതിനെ സൗഖ്യപ്പെടുന്നത് ആര്? ഈശോ. അവിടുന്ന് എൻ്റെ വചനം അയച്ച്, വചനം തന്നെ നമ്മിലേക്ക് വരുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി എത്രയാണെന്ന് ചിന്തിച്ചാൽ, എൻ്റെ കഷ്ടതകളും, എൻ്റെ രോഗങ്ങളും, എൻ്റെ വിനാശവും, എൻ്റെ ഞെരുക്കങ്ങൾക്കും എല്ലാമുള്ളൊരു ഉത്തരം കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അങ്ങനെ ശക്തി നൽകിയ ഒരുപാട് വചനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്ന് സമയമുണ്ടല്ലോ. സാധിക്കുമെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച, നിങ്ങളെ ഏറ്റവും കൂടുതൽ നയിച്ച, നിങ്ങളെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു വചനം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം. കാണപ്പാടം അറിയണമെന്ന് നിർബന്ധമില്ല, ബൈബിൾ നോക്കിയിട്ടാണേലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു വചനം നമ്മളിങ്ങനെ മുറുകെ പിടിക്കും. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പൗലോസ്ലീഹയുടെ ഈ ദൈവസ്നേഹ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വായിച്ചില്ലേ. കുറേ പേരുടെ ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇമെയിൽ വന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി ശക്തി നൽകിയൊരു വചനം ഉണ്ടെങ്കിൽ, നിങ്ങളെ എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു വചനം, ഒരു സിംഗിൾ ബൈബിൾ വചനം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഏപ്രിൽ മാസം 30-ാം തീയതി മുതൽ മെയ് 3-ാം തീയതി വരെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ തപസ് ധ്യാനം നടക്കുകയാണ്. ഒത്തിരി പേര് എൻക്വയറി ചോദിക്കുന്നുണ്ട് ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇല്ലെങ്കിൽ താഴെ പോകുന്ന സ്ക്രോളിലൊക്കെ അതിൻ്റെ ഫോൺ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ. അപ്പോൾ ധ്യാനം കൂടാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നവർ ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയോ ഇമെയിൽ അയക്കുകയോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ. ഒരു പ്രാർത്ഥനാ നിയോഗമാണ് 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന് ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയുള്ള തപസ് ധ്യാനമാണ്. തപസ് ധ്യാനം ഉപവാസ ധ്യാനമാണ്, കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ്, വെള്ളം മാത്രമേ ഉള്ളൂ. നല്ല രസമാണ്. ഈശോയുടെ കൂടെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ടുള്ള പവർഫുൾ ധ്യാനമാണ്. ശുശ്രൂഷ മേഖലയിലൊക്കെ നിൽക്കുന്നവരെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നോബിളച്ചനും ഞാനും ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഏപ്രിൽ 30 മുതൽ മെയ് 3-ാം തീയതി വരെ. ഏപ്രിൽ 30 വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് മെയ് 3-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ധ്യാനം അവസാനിക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജൂൺ മാസം 11 മുതൽ 14 വരെ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണേ. നിങ്ങളൊന്ന് ഇപ്പോഴേ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം എന്ന് അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്. ജൂൺ 11 മുതൽ 14 വരെ നമ്മുടെ ഹീൽ ധ്യാനം നടക്കുകയാണ്. 23-ാമത്തെ ഹീൽ ധ്യാനമാണ്.
നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പലവിധ കാരണങ്ങളാൽ. പിന്നെ ഈശോ പെർമിഷൻ തരുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ഹീൽ ധ്യാനം നടത്താറുള്ളൂ. അപ്പോൾ ആ ഹീൽ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ യുവജനങ്ങളും പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഡേറ്റ് ഓർക്കണം കേട്ടോ. ജൂൺ 11 മുതൽ 14 വരെ 23ാമത്തെ ഹീൽ ധ്യാനം നടക്കാൻ. ഇതിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ കുടുംബത്തിലെ യുവജനങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് നിന്നൊക്കെ നിർദ്ദേശിക്കാവുന്നതാണ്. നമ്മുടെ ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോയുടെ വചനം അയച്ച് നിങ്ങളെ എല്ലാ കാര്യത്തിലും ശക്തിപ്പെടുത്തട്ടെ, സൗഖ്യമാക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.